Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 32. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ചേലക്കലെ പൂമുഖത്ത് ഗൗരവമായ ചർച്ചയിലായിരുന്നു വിശ്വനും ദേവനും. പുറത്തെ വെളിച്ചം മങ്ങി തുടങ്ങിയത് പകർന്നെടുത്തതുപോലെയായിരുന്നു അവരുടെ മുഖങ്ങളും. സജീവന്റെ കൊലപാതകത്തെക്കുറിച്ച് ഗൗരി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു അവർ. വിശ്വ, ദേവൻ ചിന്താനിമഗ്നനായി പറഞ്ഞു. അവിടെ കിട്ടിയ വാളിൽ വിരലടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. വളരെ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം പോലെ. വിശ്വൻ തലയാട്ടി. അതെ, മാത്രമല്ല ഗൗരി പറഞ്ഞ മൂന്നാമത്തെയാൾ അതാരായിരിക്കും എന്നതിലാ എനിക്ക് സംശയം. പോലീസ് നായ മണം പിടിച്ചോടിയത് നേരെ രാജേന്ദ്രന്റെ വീടിനടുത്തേക്കായിരുന്നു എന്നത് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ദേവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവിടെയാ എനിക്ക് ഉത്തരം കിട്ടാത്തത് വിശ്വ. കൊലപാതകം നടന്ന സ്ഥലത്ത് കണ്ട അതേ ഷൂസിന്റെ പാടുകൾ രാജേന്ദ്രന്റെ വീടിന്റെ പരിസരത്തും ഉണ്ടായിരുന്നു. സജീവനെ കൊലപ്പെടുത്തിയ ശേഷം ആ കൊലയാളി എന്തിനാ രാജേന്ദ്രന്റെ വീട്ടിലേക്ക് പോയത്? അവിടെ എന്തായിരുന്നു അയാൾക്ക് ലക്ഷ്യം? ദേവന്റെ മുഖത്ത് ആശങ്കയുടെ നിഴൽ പടർന്നു. അവൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ വിശ്വന്റെ മുഖത്തേക്ക് നോക്കി. എന്തോ കാര്യങ്ങൾ അത്ര പന്തിയായിട്ടല്ല പോകുന്നത് വിശ്വ. ഈ അന്വേഷണത്തിന്റെ പോക്ക് കാണുമ്പോൾ എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വരുന്നത്. നിനക്ക് ഓർമ്മയില്ലേ 6 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ സംഭവം? നമ്മുടെ ജിത്തിന്റെ അച്ഛൻ നാരായണൻ നമ്പൂതിരി കൊല്ലപ്പെട്ട ആ കേസ്. ദേവൻ ഒരു നിമിഷം നിർത്തി ദീർഘനിശ്വാസത്തോടെ വിശ്വനെ നോക്കി. അന്ന് ആ കേസ് എങ്ങുമെത്താതെ പോയതുപോലെ ഇതും തെളിയാതെ പോകുമെന്ന എന്റെ പേടി. ഈ കേസിന്റെ കാര്യത്തിലും പോലീസ് ഇരുട്ടിൽ തപ്പാന വിധി എന്ന് തോന്നുന്നു. ദേവന്റെ ആ വാക്കുകൾ കേട്ടതും വിശ്വന്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അവൻ കസേരയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു, നീ രണ്ടും കൂടെ കൂട്ടി കുഴക്കേണ്ട ദേവാ. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നാരായണൻ നമ്പൂതിരി എന്ന സാധു ബ്രാഹ്മണൻ കൊല്ലപ്പെട്ടപ്പോ അത് ചെയ്തതായിരുന്നു കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നത് ഇന്നും ഒരു നീറ്റിലായി ബാക്കിയുണ്ട്. ഒരു നിരപരാധിയുടെ രക്തത്തിന് നീതി കിട്ടിയില്ല. വിശ്വന്റെ സ്വരത്തിൽ പുച്ഛം നിറഞ്ഞു. പക്ഷേ ഇതിപ്പോ സജീവനെ പോലെ നാടിന് ഭാരമായ ഒരു ക്രിമിനല് ചത്തുപോയി എന്നങ്ങ് ആശ്വസിച്ചാൽ മാത്രം മതി. അതാരാണ് ചെയ്തതെങ്കിലും ചെയ്തവന് നന്ദി പറയേണ്ട അവസ്ഥയാ. വിശ്വൻ പറഞ്ഞത് ശരിയാണെന്ന് അറിയാമായിരുന്നിട്ടും ദേവന്റെ ഉള്ളിലെ സംശയം മാറിയിരുന്നില്ല. സജീവനോടും രാജേന്ദ്രനോടും ബാക്കിയുള്ള ഒരുപാട് പേര് നാട്ടിലുണ്ട്. അവരിൽ ആരെങ്കിലുമൊക്കെ ആവാം ഇത് ചെയ്തത്. നീ ആ വഴിക്കൊന്ന് അന്വേഷിച്ചു നോക്കൂ. കാര്യം അവനൊരു നല്ല ഉള്ളി ആയിരുന്നേലും കുറ്റവാളിയെ കണ്ടെത്താവാനാതെ ആയാൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അതെനിക്കൊരു പ്രശ്നമാകും. മാത്രമല്ല നമ്മുടെ തലയിൽ കയറാൻ അവസരം നോക്കി നിൽക്കുന്ന സദാനന്ദന് അതൊരു നേട്ടവുമാകും. എനിക്ക് മനസ്സിലായി. മറുപടി പറയുമ്പോഴും ദേവന്റെ മുഖം തെളിഞ്ഞിരുന്നില്ല. എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം? വിശ്വൻ ചോദിച്ചു. കേസ് തെളിയിക്കണമെന്ന് കരുതി ഇനിയിപ്പോ ഗൗരി തന്നെയായിരുന്നു അത് ചെയ്തതെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അവളെ രക്ഷിച്ച് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ലേ? അതുകൊണ്ട് അവളെ കുറിച്ച് ഓർത്താണ് നിന്റെ ടെൻഷനെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. വിശ്വന്റെ അഭിപ്രായത്തിന് മറുപടി പറയാതെ എന്തോ ആലോചിച്ച് ദേവനൊന്ന് നെടുവേർപ്പെട്ടു. അതൊക്കെ ശരി തന്നെ, പക്ഷെ ചില കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്നുണ്ടോ എന്നൊരു സംശയം മാത്രം. അവൻ ഉദ്ദേശിച്ചത് മനസ്സിലാകാതെ നെറ്റി ചുളിച്ചുകൊണ്ട് വിശ്വൻ സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുട്ടിലേക്ക് വെച്ചപ്പോഴാണ് ചായയുമായി ശാരദാമ്മ അങ്ങോട്ടേക്ക് വന്നത്. അവരുടെ മുഖത്തും ആശങ്കയുടെ നിഴൽ വീണിരുന്നു. ദേവാ. രണ്ടാൾക്കും ചായ കൊടുക്കുന്നതിനിടയിൽ ശാരദാമ്മ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഗൗരിയുമായുള്ള വിവാഹത്തിന് വിലാസിനെ ഇനി കൂടുതൽ തടസ്സം പറയാൻ സാധ്യതയുണ്ടല്ലോ മോനെ. ആലോചിക്കുമ്പോ എനിക്കങ്ങ് ആദ്യാവുന്നു. അവരുടെ ആദ്യ കണ്ട ദേവൻ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൻ അതത്ര കാര്യമായി എടുത്തില്ല. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാമേ. അതിനേക്കാൾ വലിയ പ്രശ്നമാണല്ലോ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. ആദ്യം ആ കൊലപാതകത്തിന്റെ ചുരുളൊന്ന് അഴിയട്ടെ, ബാക്കിയൊക്കെ താനെ നടന്നോളും. അമ്മയെ സമാധാനിപ്പിച്ച് വിശ്വനോട് യാത്രയും പറഞ്ഞ് ഇരുളിലേക്ക് നടന്നു നീങ്ങുമ്പോ അവന്റെ മനസ്സ് നിറയെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. അതേസമയം ഗൗരിയുടെ വീട് സന്ദർശകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹാളിലെ സോഫയിൽ ശാന്തയായിരിക്കുന്ന ഗൗരിക്ക് ചുറ്റും ജാസ്മിനും ഉമ്മച്ചി ആമിനാത്തയും വാപ്പച്ചി ജാഫറുമുണ്ട്. കൂടാതെ സെബാസ്റ്റ്യൻ സാറും ഭാര്യ ജിറ്റയും ഇരിപ്പുണ്ട്.
ഒരു കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വന്ന ഭയത്തിലായിരിക്കും ഗൗരി എന്ന് കരുതിയാണ് അവരെല്ലാം വന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ മട്ടിലാണ് ഗൗരി അവരോട് സംസാരിച്ചിരുന്നത്. പെട്ടെന്ന് രംഗം കണ്ടപ്പോ ഞാനൊന്ന് പേടിച്ചു പോയെന്ന സത്യമാണ്. പക്ഷേ ഇപ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഗൗരി പറഞ്ഞു. സെബാസ്റ്റ്യൻ സാർ ആകാംക്ഷയോടെ ചോദിച്ചു. ശബ്ദം കേട്ട് നോക്കിയപ്പോ താൻ ആരെയോ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അത് ആരാണെന്ന് മനസ്സിലായില്ലേ? ഗൗരി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഇല്ല സർ, നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ട് മുഖം വ്യക്തമായില്ല. പക്ഷെ ആ അച്ഛനും മകനും കൂടി ചെയ്തു കൂട്ടിയത് വെച്ച് നോക്കുമ്പോ അവരോട് പകയുള്ള ആരെങ്കിലും ആവാമത്. ഗൗരി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ജാഫറും സെബാസ്റ്റ്യൻ സാറും പരസ്പരം നോക്കി. ഓന്റെ ഗുരുതക്കേടുകൾക്കുള്ള ശിക്ഷ ഓന് തന്നെ കിട്ടി. പക്ഷെ എങ്കിൽ അതിനിടയിൽ എന്റെ മോളും കൂടി പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അമീനാത്ത സങ്കടത്തോടെ അവളുടെ കവളിൽ തലോടി. സജീവന് ശാസ്ത്രുക്കള് കുറവൊന്നുമല്ലല്ലാന്ന്. ഇതിപ്പോ ഗൗരി മോളെ ജീവിക്കാൻ സമ്മതിക്കൂല എന്നൊക്കെ ഓൻ ഭീഷണിപ്പെടുത്തിയിരുന്നതല്ലേ? കണക്കായപ്പോ എന്നേ ഞമ്മള് പറയൂ. അത് തന്നെ വാപ്പച്ചി. ജാഫർ പറഞ്ഞതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ജാസ്മിൻ ഗൗരിയോട് ചേർന്നിരുന്നു. ഇവൾക്ക് കുഴപ്പമൊന്നും പറ്റാതെ നോക്കാൻ ദേവേട്ടനും വിശ്വേട്ടനും ഒക്കെ ഇല്ലേ, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അത്രയും പറഞ്ഞിട്ട് അവൾ ഗൗരിയെ നോക്കി. എന്നാലും നിന്നെ സമ്മതിക്കണം പെണ്ണേ, ആ രാത്രി ആരോ കരയുന്ന ശബ്ദം കേട്ടിട്ട് നീ ആ കാവിനകത്തേക്ക് ഓടിയല്ലോന്ന് ഓർക്കുമ്പോ ദേ എന്റെ കയ്യും കാലും വിറക്കണം. എന്തായാലും ആ ചെയ്തത് വല്ലാത്തൊരു മണ്ടത്തരം ആയിപ്പോയി ഗൗരി. അവിടെ മറ്റൊരു കാൽപ്പാടുണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു, ഇല്ലേ ചിലപ്പോ താനായനെ പ്രതി. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞത് കേട്ട് മറുപടി പറയാതെ ഗൗരി ചിരിക്കുകയായിരുന്നു. ഗൗരിയുടെ വല്യപ്പച്ചനോ അപ്പച്ചിയോ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നായിരുന്നോ? അത്രയും നേരം മിണ്ടാതിരുന്ന ജിറ്റയുടെ ചോദ്യം കേട്ട് ഗൗരിയുടെ മുഖം കുനിഞ്ഞു. ഇല്ല, സൊസൈറ്റിയിൽ നിന്നും ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ വന്നിരുന്നു, അത്രേ ഉള്ളൂ. ഓ, ഒരു വല്യപ്പച്ചനോ അപ്പച്ചിയും ഓരൊക്കെ ഉള്ളത് ഇല്ലാത്ത കണക്കാ കൊച്ചേ. ജിറ്റയുടെ നേരെ നോക്കി അവരെ കുറ്റപ്പെടുത്തിയിട്ട് ആമിനത്ത താടിക്ക് കൈകൊടുത്തുകൊണ്ടും പറഞ്ഞു. ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാര്. അതിനൊപ്പിച്ച് എന്തോ പറയാൻ ജാഫറിക്ക വാ തുറക്കുമ്പോഴാണ് കല്ലാട്ടെ വിലാസിനിയമ്മ അപ്രതീക്ഷിതമായി അങ്ങോട്ടേക്ക് കയറി വന്നത്. അവരെ കണ്ടതും എല്ലാവരും ഒന്ന് അമ്പരന്നു. മുറിയിൽ പെട്ടെന്നൊരു നിശബ്ദതയും പരന്നു. അവർ ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് ആ കൈകളിൽ പിടിച്ചിട്ട് മുഖവരമൊന്നുമില്ലാതെ പറഞ്ഞു. എന്റെ മകനെ നീ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് നിന്നോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല ഗൗരി. അത് ഏതൊരമ്മയ്ക്കും സ്വന്തം മകന്റെ സുരക്ഷിതത്വം പ്രധാനമായത് കൊണ്ട് മാത്രമാ. ഞാൻ അങ്ങനെ പറഞ്ഞെന്നും കരുതി എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നൊന്നും നീ അർത്ഥമാക്കണ്ട. ഒന്നുമില്ലേലും എന്റെ കൺമുന്നിൽ കളിച്ചു വളർന്ന കുട്ടിയല്ലേ നീയും. ആ വാക്കുകളിലെ ആത്മാർത്ഥത ഗൗരിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവൾക്ക് ഉള്ളിൽ സന്തോഷം തോന്നി. അമ്മ ഇരിക്ക്. അവൾ അടുത്ത് കിടന്നിരുന്ന കസേര തള്ളി നീക്കി കൊടുത്തു. ഇല്ല മോളെ, ഞാൻ ഇരിക്കുന്നില്ല, ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നേ ഉള്ളൂ. വിലാസിനിയമ്മ അവളുടെ തോളിൽ ഒന്ന് തഴുകി. എന്താവശ്യമുണ്ടേലും നീ എന്നെ വിളിച്ചോളൂ കേട്ടോ. പിന്നെ പ്രത്യേകം സൂക്ഷിക്കണം, സമയം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. ഇത് കേട്ട് നിന്ന് അമീനാത്ത ഇടയിൽ കയറി. അതൊരു സമാധാനമാണ് വിലാസിനിയമ്മോ. തൊട്ടടുത്ത ദേവനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതാ ഒരു ധൈര്യം. അമീനാത്തയുടെ വാക്കുകൾക്ക് മറുപടിയൊന്നും പറയാതെ വിലാസിനിയമ്മ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. ഈ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയ വിലാസിനിയമ്മയെ യാത്രയാക്കുവാൻ സന്തോഷത്തോടെ ഗൗരിയും കൂടെ വരാന്ത വരെ ചെന്നു. എന്നാൽ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവർ തിരിഞ്ഞു നിന്നു. അവരുടെ മുഖത്ത് അപ്പോഴും ആ ചിരി ഉണ്ടായിരുന്നെങ്കിലും ആ കണ്ണുകളിലെ ഭാവം അവളെ അസ്വസ്ഥയാക്കി. ഗൗരി, ഞാനിപ്പോ ഈ വന്നതിന് നീ മറ്റൊരർത്ഥവും കാണണ്ട. ആ വിവാഹത്തെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ മാറ്റമൊന്നുമില്ല. അത്രയും പറഞ്ഞ് വിലാസിനിയമ്മ ഇരുളിലേക്ക് ഇറങ്ങിപ്പോയി. അവർ പോകുന്നത് നോക്കി നിന്ന ഗൗരിയുടെ ചുണ്ടിൽ തങ്ങി നിന്ന ആ പുഞ്ചിരി മാഞ്ഞുപോയി. പകരം ഒരു വിഷാദഭാവം അവളുടെ മുഖത്തേക്ക് മെല്ലെ പടർന്നു കയറി. വിലാസിനിയമ്മ കല്ലാട്ടെ പറമ്പിലേക്ക് കയറുന്നത് നോക്കി ഒരു നെടുവീർപ്പോടെ നിൽക്കുകയായിരുന്ന ഗൗരിയുടെ മുഖം ഗേറ്റിന് മുന്നിൽ വന്നു നിന്ന ബൊലേറോയിൽ നിന്നും ഇറങ്ങുന്ന ദേവനെ കണ്ട് പ്രകാശിച്ചു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്